ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും H4 ഹാപ്പിനെസിന്റെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് ഒരു വലിയ സ്വാഗതം. പിന്നെയും ഒരു കിടുക്കച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത്, ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുകയുണ്ടായി. അതൊരു ഹെഡ്സെറ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും പൊതുവേ ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു റിയൽമി ഹെഡ്സെറ്റ്, അല്ലെങ്കിൽ ഒരു MIയുടെ ഹെഡ്സെറ്റ്, ഒരു ഇയർബഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും എല്ലാവരും പൊതുവെ എല്ലാവരും വാങ്ങുന്നത്. എന്തായാലും ആ ഒരു ബ്രാൻഡൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പണ്ടത്തെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കമ്പനിയായിരുന്നു ഫിലിപ്സ്. ഇപ്പോഴും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി അവർ നിലനിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഫിലിപ്സ് ഇയർബഡ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു അൺബോക്സ് മൈ ന്യൂ ഇയർബഡ്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു റിയൽമിയുടെ ബഡ് തന്നെയായിരുന്നു. അത് ഓൾമോസ്റ്റ് കോസ്റ്റഡ് അബൌട്ട് 2500 രൂപയ്ക്കോ മറ്റുമാണ് ഞാനത് മേടിച്ചത്. 2000 രൂപയെന്ന് തോന്നുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു ബ്രദർ തൂക്കി. അപ്പോൾ എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ ഹെഡ്സെറ്റ് ഇല്ല ഗൈസ്, ഹെഡ്സെറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പുതിയ ഒരെണ്ണം വാങ്ങിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങി. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ സാധനം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ കവറ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചാത്തനാണോ ഗൈസ്? ഇത് ചാത്തനാണോ? ഒക്കെ ഫിലിപ്സ് എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. സോ ഇതാണ് സാധനം, ട്രൂ വയർലെസ് ഇയർഫോൺ ഫിലിപ്സ്. ബ്ലൂടൂത്ത് 5.1, 18 hours ടൈമാണ് പറയുന്നത്. പിന്നെ സ്പ്ലാഷ് പ്രൂഫാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ഓ ഗൈസ്, 5000 രൂപ. 5000 രൂപയുടെ പ്രോഡക്റ്റ് എനിക്ക് വയ്യ. പക്ഷേ ആക്ച്വലി ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 1600 രൂപയ്ക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അകത്ത് നോക്കാം. അതിൻ്റെ ചാർജർ പ്ലസ് 2 ബഡും കൊടുത്തിട്ടുണ്ട് അത്. ഓക്കെ, യൂസേഴ്സ് മാനുവൽ ആസ് യൂഷ്വൽ. എല്ലാ പ്രോഡക്റ്റിൻ്റെ അകത്തും ഇത് കാണും. ആരും വായിക്കാത്തൊരു സാധനം, എന്തിനാണോ എന്തോ. എന്നാലും ഇരുന്നോട്ടെ. സോ ഇതാണ് പെട്ടി. കൊള്ളാം. എൻ്റെ റിയൽമി ഹെഡ്സെറ്റിൻ്റെയും സെയിം ഇതേപോലൊക്കെ തന്നെ ആയിരുന്നു. റൈറ്റ് ഹെഡ്സെറ്റ്, ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടാത്തൊന്ന് സൈഡാക്കാം. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാനത് വെച്ചപ്പോഴത്തേനും അതിൻ്റെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. സോ ഡോർ പക്ഷേ എന്തോ ഒരു ഡിസ്കംഫർട്ട് പോലെ ഇവിടെയൊക്കെ ഇളകിയിരിക്കുന്ന കൂട്ടൊക്കെ തോന്നിക്കുന്നു. ഹേ ഗൈസ്, അപ്പോൾ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു പേപ്പറാണ്
ഈ സാധനം യൂസർ മാനുവലാണിത്. ഇത് എൻ്റെ ഒരു അറിവിൽ ആരും ഈ സാധനമൊന്നും അങ്ങനെ വായിക്കാറൊന്നുമില്ല. ജസ്റ്റ് പെട്ടിക്കകത്ത് വെച്ചേക്ക് മാറ്റി വെക്കുക, അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. സോ ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ചാർജ് എങ്ങനെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് പെയറിങ് എങ്ങനെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്, പോസ് ആൻഡ് പ്ലേ എങ്ങനെ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ട്രാക്ക് കൺട്രോൾ, വോളിയം കൺട്രോൾ, അങ്ങനത്തെ കുറേ മീൻസ് ഇതൊക്കെ എല്ലാവർക്കും പരിചിതമായ കാര്യങ്ങളായിരിക്കും. സോ ഞാനും എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് പെട്ടിയിലോ പുട്ട് ചെയ്യുന്നു, ആവശ്യമില്ല അതിന് കേട്ടോ. ദെൻ ഒരു പേപ്പർ കൂടെ ഉണ്ട്. ഇത് എവിടെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതും എന്തായാലും ആവശ്യമില്ല. അപ്പോൾ അതും നമുക്ക് മാറ്റിയിട്ട്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. കൊള്ളാം കേട്ടോ, ഞാൻ യൂസ് ചെയ്തു. അപ്പം മറ്റേതാണോ ബെറ്റർ, ഇതായിരുന്നോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം നല്ല ക്വാളിറ്റി തന്നെയാണ്. അതിനും കൊള്ളാം, ഇതും കൊള്ളാം. പിന്നെ ഇതൊരു പുതിയതല്ലേ, അപ്പോൾ ആ ഒരു പുതുമയുടെ ഒരു സുഖമുണ്ട്. പിന്നെ മറ്റേത് കുറച്ചുകൂടെ ഒരു ഡിസൈനിങ്ങിൽ, റിയൽമിയുടേത് കുറച്ചുകൂടെ ഒരു ഡിസൈനിങ്ങിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ എന്തോ വലിയ ബൾക്കി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ചാർജ് കുറയുമ്പോൾ ഈ സാധനം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് നീഡ്സ് ചാർജ്. സോ ഇനി ഇതൊരു 2 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ചാർജ് ചെയ്തിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ജോബിനാർ തരകൻ സൈനിങ് ഔട്ട്.